സ്നേഹമുള്ളവരെ, മെറ്റനോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 21-22 തിരുവചനങ്ങളിലെ വിശുദ്ധ പത്രോസ്ലീഹ ഈശോയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരനോട് എത്ര പ്രാവശ്യമാണ് ഞാൻ ക്ഷമിക്കേണ്ടത്? 7 പ്രാവശ്യമോ? അതിന് ഈശോ ഇങ്ങനെയാണ് മറുപടി പറയുന്നത്: 7 എന്നല്ല, 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു കഥ ഇപ്രകാരമാണ്. എല്ലാ ആഴ്ചകളിലും ഒരു പത്രത്തിന് വേണ്ടി ലേഖനം എഴുതുന്ന ഒരു സാഹിത്യകാരൻ പതിവ് പോലെ തൻ്റെ ഉദ്യാനത്തിലെ പേനയും പേപ്പറുമായിട്ട് എഴുതാനിരുന്നു. എത്ര ആലോചിച്ചിട്ടും പുതിയ വിഷയങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ തലയിൽ വരുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം ഒരു കാഴ്ച കാണുന്നത്. ഒരു അപരിചിതൻ തൻ്റെ മനോഹരമായ ഉദ്യാനത്തിലേക്ക് കടന്നു വന്ന് അവിടെയുള്ള ചെടികളും ചെടിച്ചട്ടികളും ഒക്കെ തട്ടിമറിച്ചിരുന്നു. വളരെ ദേഷ്യത്തോടു കൂടി അയാളുടെ അടുത്തേക്ക് പാഞ്ഞടുത്ത് വന്ന് ഈ സാഹിത്യകാരൻ കഴുത്തിന് പിടിച്ച് അയാളെ പൂന്തോട്ടത്തിന് വെളിയിലേക്ക് തള്ളിയിട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ സത്യം മനസ്സിലാകുന്നത്. മാർഗമധ്യേ വഴിതെറ്റി തൻ്റെ ഉദ്യാനത്തിലേക്ക് കടന്നു വന്ന ഒരു അന്ധനായിരുന്നു അയാൾ. ഏറെ ദുഃഖിതനായിട്ട് തിരിച്ചു വന്ന് അയാൾ തൻ്റെ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചു: നിങ്ങളുടെ ഉദ്യാനങ്ങൾ തല്ലി നശിപ്പിക്കുന്നവർക്കെതിരെ നിങ്ങൾക്ക് വിദ്വേഷം വരുത്, ഒരുപക്ഷെ അവർ അന്ധരായിരിക്കാം. ഈശോയുടെ കുരിശിൽ കിടന്നുള്ള പടയാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഷ്യവും ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം: പിതാവേ, ഇവർ അന്ധരാണ്, ഇവരോട് പൊറുക്കണമേ. നാം പിന്നിട്ട ജീവിത വഴിയിൽ നമ്മുടേതായ എത്രയെത്ര പൂന്തോട്ടങ്ങളാണ് മറ്റുള്ളവർ തല്ലി നശിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ശൈശവത്തിൻ്റെ നിഷ്കളങ്കതയാവാം, കൗമാരത്തിൻ്റെ വിശുദ്ധിയാവാം, യൗവനത്തിൻ്റെ വലിയ സ്വപ്നങ്ങളാവാം, കുടുംബജീവിതത്തിൻ്റെ വിശ്വസ്തതയാവാം, വാർദ്ധക്യത്തിൻ്റെ സന്തോഷവും സമാധാനവുമാകാം. നമ്മെ പീഡിപ്പിച്ചവരെല്ലാം അന്ധന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ കുരിശിലെ ഈശോയെ പോലെ മറ്റുള്ളവരോടൊക്കെ നിരുപാധികം ക്ഷമിച്ച് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.